ബോസ് ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. ബിഗ് ബോസ് സീസണിലേക്ക് പങ്കെടുക്കാൻ ക്ഷണമുണ്ടായിരുന്നൊരു വ്യക്തിയാണ്. എനിക്കറിയാം. അപ്പം നിങ്ങൾ ഡയറക്റ്റിൻ്റെ സമയത്താണ് ക്ഷണം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മീറ്റിംഗ് വരെ പങ്കെടുത്ത ഒരാളാണ്. താങ്കൾ ആ സൂം മീറ്റിംഗിൽ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം സീസൺ 7 ഇന്നലെ ഗംഭീരമായിട്ട് തുടങ്ങിയിരിക്കുന്നു. താങ്കൾ ആ ഷോയ്ക്കില്ല, എന്തുകൊണ്ടില്ല? നത്തിങ് സ്പെഷ്യൽ നമ്മുടെ ഷോയിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആൾക്കാർ ചെയ്യുന്നു, അതൊരു ടൈമാണ്. ചില സമയം നമ്മൾ ഇത് ഒരു പ്രൊജക്റ്റ് അല്ലേ, ചില സമയത്ത് ചില പ്രൊജക്റ്റുകൾ നടക്കും, ചിലത് നടക്കില്ല, അത്രയേ ഉള്ളൂ. സിമ്പിൾ ലെറ്റ്സ് കീപ് ഇറ്റ് സിമ്പിൾ. എന്തെങ്കിലും കാരണം ഇല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യാനിരുന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് ചില കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, വീട്ടിൽ ഒതുക്കേണ്ട ആവശ്യം വന്നു, അങ്ങനെ വെന്റ് ഓൺ. ഷോ നടക്കും, അതല്ലേ ഷോ നടക്കും. സിമി തുടങ്ങി വെച്ചത് കഴിഞ്ഞ തവണത്തെ വിവാദ പുരുഷനാണ് താങ്കൾ. അതെ. അതുകൊണ്ടാണോ മാറ്റി നിർത്തപ്പെട്ടത്? അല്ല, ഞാൻ ഇതിന്റെ പ്രൊജക്ടിന്റെ തുടക്കത്തിൽ ഞാൻ പാട്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ലാസ്റ്റ് മൂമെന്റിലാണ് എനിക്ക് തോന്നുന്നു ഒരു 20th അടുപ്പിച്ചൊക്കെയാണ് ഞാൻ ഇതിൽ ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ നമ്മൾ, അല്ലെങ്കിൽ ആ കൺഫർമേഷൻ പോലും ആയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിവാദത്തിൽ എനിക്ക് ഭാഗമൊന്നുമില്ല. സിമി എന്തുകൊണ്ടുള്ള വിവാദം ഉണ്ടെന്ന് പറയാൻ കാരണം? വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം നടന്ന എല്ലാ പ്രശ്നങ്ങളിലും ഹാഫിസ് എന്ന വ്യക്തിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ റിസർച്ച് ചെയ്തു, ഞാൻ 24 മണിക്കൂർ കാണുന്ന ഒരു വ്യക്തി. എനിക്കറിയാം ഇതിൽ യാതൊരു ട്രൂത്ത് ഇല്ല എന്നോ. നമുക്ക് എന്തെങ്കിലും പേടിക്കാനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഇരുന്ന് കണ്ട് അതിൻ്റെ, പിന്നെ ഇത് നമ്മൾ ചുമ്മാ നെഗറ്റീവ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മളൊരു ഷോ ചെയ്യാൻ വന്നിരിക്കുന്നു, ആ ഷോ ഏറ്റവും നന്നായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ആ വീഡിയോ കാണാറ് പോലും. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് വ്യക്തിവൈരാഗ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ തവണ ഈ പ്രശ്നങ്ങളിലെല്ലാം ഹാഫിസ് എന്ന വ്യക്തിയുടെ പേര് മുൻനിരയിൽ വരാൻ കാരണം എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയാണ് ആയിരിക്കാം, എനിക്കറിയില്ല. ഇപ്പം ഞാൻ CD ആയിരുന്ന സമയത്തല്ല, ഞാൻ CD ആവുന്നതിന് മുമ്പാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവാം, എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് ഒരു ചോദിച്ചിട്ടുണ്ട് എന്താ ഒന്ന് റിപ്ലൈ കൊടുക്കാത്തത്. പക്ഷെ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ക്രൂ മെമ്പറോ ഞാൻ പ്രൊഫഷണലി കാണുന്ന ഒരാളോ എന്നെ പറ്റി അങ്ങനെ പറയില്ല. എന്നെ അറിയാവുന്നവർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാഫിസ് അങ്ങനെ ചെയ്യില്ല. പ്രൊഫഷണലി നമ്മളൊരാളെ കാണുക, സംസാരിക്കുക, അത് എപ്പോഴും പ്രൊഫഷണലാണ്. അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയുടെ പേര് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഈ വിവാദത്തിൽ എങ്ങനെ വന്നു? വിവാദങ്ങളല്ലേ, ഇറ്റ് ഈസ് ഓൾ ലൈക്ക് അല്ലേ. എന്നാൽ കോൺട്രവേഴ്സീസ് വരുമ്പോൾ കോൺട്രവേഴ്സീസ് എന്തുകൊണ്ടാണ് വരുന്നത്? ആരെങ്കിലും ഒന്നില്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാവാം, ട്രൂത്ത് ആയിരിക്കാം, ഇല്ലെങ്കിൽ നെഗറ്റീവ് എന്തെങ്കിലും സിറ്റുവേഷൻ ആൾക്കാർ ഉണ്ടാക്കി വിടുന്നതായിരിക്കാം. പക്ഷെ അതിന് റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഷോ ചെയ്യാൻ വന്നേക്കുന്നതാണ്, ആ ഷോ നന്നാക്കുക, അല്ലേ? അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു അതുവരെ ഇപ്പം ഈ പറഞ്ഞ കഴിഞ്ഞ കൊല്ലം ഈ ഇഷ്യൂ ഉണ്ടാവുന്നവരെ ഇപ്പോൾ എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൽ സാറിൻ്റെ എല്ലാ എപ്പിസോഡും ഫയർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എവറി വീക്കെൻഡ് സോഷ്യൽ മീഡിയയിലും ആൾക്കാരും എങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയർ എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അതാണ് നമ്മൾ ഹാപ്പിയാണ് ആ ഒരു കാര്യം. ഇവിടുത്തെ പ്രശ്നം ഈ അന്നുണ്ടായ വിവാദങ്ങൾ പിന്നീട് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടു, അല്ലേ? അന്നുണ്ടായ വിവാദം വലിയ ചർച്ച ചെയ്യപ്പെട്ടു, വാർത്താ സമ്മേളനങ്ങൾ വരെ നടക്കുന്ന വലിയ വിവാദങ്ങളായിരുന്നു. പക്ഷെ ആഫീസ് ഇപ്പോൾ പറയുന്നത് വെറും ഒരു കൂളായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, സത്യാവസ്ഥ അറിയാൻ പ്രേക്ഷകരുണ്ട്, അല്ലേ? ആ സത്യാവസ്ഥ പ്രേക്ഷകർക്ക് അറിഞ്ഞേ പറ്റൂ. അതെന്ന് വെച്ചാൽ ഇപ്പോഴൊരു സീസൺ വരാണ്. ഈ സീസൺ നമ്മളൊക്കെ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നതാണ്. ഈ സീസണിലേക്ക് പ്രേക്ഷകർ അങ്ങ് അടുക്കണം. ഇനി അങ്ങനെ ഒരു വിവാദം എന്തിനാണ്, ഇനി അടുത്തൊരാൾക്ക് പേരിലൊരു വിവാദം ഉണ്ടല്ലോ, അത് അങ്ങനെയല്ല എന്ന് പറയാൻ നമ്മളൊന്ന് തയ്യാറാകണം. ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയണമല്ലോ. അല്ല, ഇത് ഈ വിവാദം ഉണ്ടാക്കിയ ആരും തന്നെ ഞാൻ പിന്നെ കണക്ട് ചെയ്തിട്ടില്ല, അവരെന്നെയും കണക്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എന്തെങ്കിലും ഞാൻ ചെയ്തതായിട്ട് അവരെന്തോ പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ആരും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൂഫായിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ പ്രൂഫ് ഷൂട്ടും വൺസ്. അപ്പോൾ ഇത്രയും വർഷമായി, ഇറ്റ്സ് ബീൻ 1 year. ഷോ കഴിയുന്ന അന്ന് എന്തോ വലിയ സംഭവം വരുമെന്നെല്ലാം പറഞ്ഞിട്ട് അന്നൊക്കെ അവരുണ്ടായിരുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോ തീരുമ്പോൾ ഈ സാധനം പുറത്ത് വരും, മറ്റേത് മറിച്ചത് എന്നൊക്കെ. പക്ഷേ ഇതിന് ഇൻവോൾവ് ആയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫായിട്ടോ ആരും എൻ്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല, അല്ലേ? അപ്പം എൻ്റെ പേര് ഇതിലേക്കൊക്കെ വലിച്ചെറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറീസ് അവരാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഐ നോ, അല്ലേ? ഞാൻ പ്രൂവ് ചെയ്യുന്ന എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.